ഹലോ. ബസ്സിൽ ഇതും പിടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാഗിലിട്ട് കഴിഞ്ഞാൽ ചമ്മന്തിയാവും, അതുകൊണ്ട് ഇതും പിടിച്ച് തന്നെ ഇരുന്നു. ഒരാൾ തന്നതാണേ. വീട്ടിൽ വന്ന പാടെ ഞാൻ സ്കൂളിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അതായത് വെൻസ്ഡേസിലൊക്കെ പുറമേ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കാൻ വരും. അപ്പോൾ ഇന്ന് പുതപ്പ്, സെറ്റി, വിരി, പിന്നെ ഇതുപോലെ മാറ്റ്, ഇതൊക്കെ കൊണ്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാറ്റ് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അപ്പം ഞാൻ 2 മാറ്റ് വാങ്ങിച്ചു. ഒന്നിന് 100 രൂപ മാത്രമേ ആയുള്ളൂ. അപ്പോൾ എനിക്ക് ലാഭമാണല്ലോ എന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ വാങ്ങിച്ചത്. എന്തായാലും അത് അൺബോക്സ് ചെയ്തതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കൂടാതെ ശ്രീകുട്ടന് വേണ്ടി ഒരു സ്നാക്സും കൂടെ വാങ്ങിച്ചു. ആൻഡ് ചായ കുടിക്കാനിരിക്കുകയാണ്. ഈ ചായ കുടിക്കാനിരിക്കുമ്പോഴാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇങ്ങനെ വരിക. അപ്പോൾ ഡാൻസ് കളിക്കുന്നു, അഭിനയിക്കുന്നു, തിങ്ക് ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നു കേട്ടോ. അതിനിടയിൽ ഞാൻ ഈ ബുക്ക് കണ്ടത്. എന്തായാലും ബിരിയാണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബുക്ക് വായിക്കണം. അതിനുള്ള പോംവഴി എൻ്റെ കയ്യിലുണ്ട്. കാരണം നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ് ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും വായിച്ച ഒരു ബുക്ക് ക്ലാസ് ലൈബ്രറിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യും. കൂടാതെ ഞാനും ഡൊണേറ്റ് ചെയ്തു ഒരു ബുക്ക്. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ള ബുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് വായിച്ച് തീർത്ത് തിരിച്ചു കൊടുക്കാം. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഞാൻ വായിക്കാത്തൊരു ബുക്കാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ. അപ്പോൾ എനിക്കതങ്ങ് ബോധിച്ചു. അപ്പോൾ ഞാനതങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വായിച്ചിട്ട് തിരിച്ചു വെക്കണം. അത് കഴിഞ്ഞത് സാരിയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നാളെ എടുക്കാനായിട്ട്. നല്ല ഹെവി സാരിയാണ്, അതായത് വെയിറ്റ് കൂടുതലാണ്. പക്ഷേ ഈ കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ദെൻ ഞാൻ കൊണ്ടുവന്ന പൂവിനെ ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പേപ്പർ ക്രാഫ്റ്റ് ആണെന്ന് കണ്ടാൽ പറയുമോ, എന്തൊരു ഒറിജിനാലിറ്റി ആ പെറ്റൽസിനൊക്കെ, എന്ത് രസമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഉണ്ടാക്കിയിരുന്നത് കണ്ടാൽ പറയുമോ. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകണം എൻ്റെ ഏറ്റവും ഫേവറേറ്റായിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ വള. ഇതെനിക്ക് ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. എത്ര നാളായി, ഞാൻ 1 മാസമായി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഒരു കുഴപ്പവും ഇതുവരെ പറ്റിയിട്ടില്ല. അടിപൊളി വളയാണേ. അടുത്ത എൻ്റെ ഫേവറേറ്റ് ആണ് ഈ കർപ്പൂരം, അതിൻ്റെ മണം വാവ്. ഭസ്മം, അതിൻ്റെ മണം വാവ്. ചന്ദനം, അതിൻ്റെ മണം വാവ്. ദെൻ ചന്ദനത്തിരി, അതിൻ്റെ മണം വാവ്. അങ്ങനെ ഈ വക ഐറ്റംസിൻ്റെ ഒക്കെ മണം എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും പുകയ്ക്കാമെന്ന്. എനിക്ക് ചന്ദനത്തിരി പുകയ്ക്കുന്നതും കുന്തിരിക്കം പുകയ്ക്കുന്നതും തല പുകയ്ക്കുന്നതും വളരെയധികം ഇഷ്ടമുള്ള ആളാണ്. അപ്പോഴേക്കും കറണ്ട് പോയി. ദെൻ വീണ്ടും കൊളുത്തി പുകച്ച് ആ മണവും കൂടെ ആസ്വദിച്ച് പോകും. എന്തൊരു സമാധാനം! ആഹാ, മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. പണ്ട് എനിക്ക് ചന്ദനത്തിരിയുടെ മണം അത്ര ഇഷ്ടമായിരുന്നില്ല കേട്ടോ. കാരണം ആ മണം കേൾക്കുമ്പോൾ നമ്മളൊരു ട്രാൻസിലേക്ക് പോണ പോലെ അങ്ങ് പോകും. പക്ഷെ ഇപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. ദെൻ ഞാൻ ഈ ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബുക്ക് അങ്ങ് വായിച്ചു തുടങ്ങട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.